ഹായ് ഹലോ, എൻ്റെ പേര് ഷമീർ. ഞാൻ നമ്മുടെ അഞ്ചൽ മാരുതി പോപ്പുലർ ഷോറൂമിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മാരുതി സെഗ്മെൻറ്റിലുള്ള നമ്മുടെ മിനി എക്സ്പ്രസോ എന്നൊക്കെ പറയുന്ന നമ്മുടെ എക്സ്പ്രസോ, അതായത് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ടൊരു മിനി SUV വണ്ടിയാണ് എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ വളരെയധികം പോപ്പുലറാണ്. അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള നമ്മുടെ ടെക്നോളജിയെ പറ്റിയൊക്കെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഞാൻ ഈ ഒരു വണ്ടിയെക്കുറിച്ച് FIR SST എന്നുള്ള രീതിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഫ്രണ്ട്, അതോടൊപ്പം തന്നെ രണ്ടാമത് ഇൻറ്റീരിയർ, റയർ, സീറ്റ്, സേഫ്റ്റി, ടെക്നോളജി, ഈ രീതിയിലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു മിനി SUV എന്ന് അറിയപ്പെടുന്ന എക്സ്പ്രസോ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് പോകാം. ഫ്രണ്ട് പോർഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്, നമുക്ക് SUV ആയിട്ടുള്ളൊരു ഇൻസ്പയർഡ് ബോൾഡ് ഫ്രണ്ട് ഫേഷ്യയാണ് നമുക്കൊരു ഫ്രണ്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ടിൻ ചാമ്പർ ഹെഡ് ലാംപ്സ്, നമ്മുടെ ഹെഡ് ലാംപ്സാണ് നമ്മളെ ഈ എക്സ്പ്രസോയുടെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മാരുതി സുസുക്കിയുടെ എംബ്ലവും കാര്യങ്ങളെല്ലാം വളരെ സ്റ്റൈലിഷ് ആയിട്ട് തന്നെ നമുക്കവിടെ പോർഷനിൽ നമുക്ക് കാണാം. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു പോർഷനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇതിൻ്റെ പ്രധാന ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്, ഏകദേശം 180 mm ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് നമുക്ക് ഇതിൻ്റെ മിറർ തന്നെയാണ്. നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVMs ആണ്. അതായത് ബോഡി കളേർഡ് ആയിട്ടുള്ള ORVM ആണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ട് പോർഷനെ കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിലെ പിന്നെ ഇലക്ട്രിക്കലി ആയിട്ടുള്ള മിററിനെ കുറിച്ചും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇൻറ്റീരിയറിലേക്ക് പോയിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഫീച്ചറും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ എക്സ്പ്രസോയുടെ ഇൻറ്റീരിയറിനെ കുറിച്ച് നമുക്ക് എത്രമാത്രം സ്പേഷ്യസ് ആണ് നമുക്ക് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീച്ചറിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പ്രധാനമായിട്ട് ഇതിലെ ഒരു അട്രാക്റ്റീവായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഡൈനാമിക് സെൻറ്റർ കൺസോൾ വിത്ത് സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ ആണ്. 7 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് നമുക്കിതിൽ വരുന്നത്. 17.78 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഇതിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ ആൻഡ് വോയിസ് കൺട്രോൾസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇതിൽ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ചാർജബിൾ പോർട്ടാണ്. കൂടാതെ തന്നെ നമുക്കൊരു USB ഓക്സ് കേബിളും കൂടെ നമുക്കിതിൽ സെറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇതിൻ്റെ അകത്തുണ്ട്. കൂടാതെ തന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് ഡോർ പവർ വിൻഡോസാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമുക്കിതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിസിബിലിറ്റി തന്നെയാണ്. വിസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് റോഡെല്ലാം നമുക്ക് കാണാവുന്ന രീതിക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് ലേഡീസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും നമുക്കൊരു ഫ്രണ്ട് പോർഷൻ നല്ല വിസിബിലിറ്റിയാണ്, അവർക്ക് ഈസി ആയിട്ട് നമുക്ക് ഫ്രണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും നമുക്ക് പുറകിലെ സീറ്റിലേക്ക് പോകാം. നമുക്ക് അവിടെ എന്തുമാത്രം സ്പേഷ്യസ് ആണ് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പുറകിലേക്ക് വന്നപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നമുക്കൊരു ലെഗ് റൂമും കാര്യങ്ങളെല്ലാം നല്ല സ്പേസ് ഉണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ഹെഡ് റൂമിൻ്റെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമുക്ക് എന്തായാലും ഒരു 3 പേർക്ക് നല്ല സുഖമായിട്ട് തന്നെ പുറകിലിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിതിൽ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് നമ്മുടെ ഇതിൽ ഇൻഗ്രസ് ആൻഡ് എഗ്രസ് ആണ്. അതായത് നമുക്ക് ഇതിൽ ഇറങ്ങാനും പുറത്തിറങ്ങാനും അകത്ത് കയറാനായിട്ട് നല്ല കംഫർട്ടബിളാണ്. ഇൻറ്റീരിയർ കാഴ്ചകളെല്ലാം കണ്ടു. ഇനി അടുത്ത് നമ്മൾ റെയറിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഹെഡ് ലാമ്പ് തന്നെ നമുക്ക് ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ഈ ഒരു ഇത് ഉണ്ടോ, അതായത് സിഗ്നേച്ചർ ഷേപ്പ്ഡ് ടെയിൽ ലാംപ്സാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇത് തന്നെ ഈ ഒരു എക്സ്പ്രസോയുടെ ലുക്ക് കൂടുതൽ കൂട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ എംബ്ലവും കാര്യങ്ങളെല്ലാം എക്സ്പ്രസോ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ എംബ്ലവും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് പറയുമ്പോഴത്തേക്കും നമുക്ക് 240 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ അത്യാവശ്യം വൈഡ് ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് നമുക്കുള്ളത്. നമ്മൾ ഫ്രണ്ട് പരിചയപ്പെട്ടു, അതോടൊപ്പം തന്നെ നമ്മൾ ഇൻറ്റീരിയർ പരിചയപ്പെട്ടു, റെയർ പരിചയപ്പെട്ടു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഇതിൻ്റെ സീറ്റിലോട്ടാണ്. ഇപ്പോൾ നമ്മൾ സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സീറ്റാണ് നമുക്കിതിൽ ഓൾറെഡി ഉള്ളത്. കൂടാതെ നമുക്ക് ഫാബ്രിക് അപ്ഹോൾസ്റ്ററി ആയിട്ടുള്ള സീറ്റാണ്, സിംഗിൾ ടോൺ ബ്ലാക്കാണ്.
കൂടാതെ നമുക്ക് ഇതിൽ ഹെഡ് റെസ്റ്റും ഫ്രണ്ട് ബോത്ത് നമുക്ക് ഫ്രണ്ടിലും റെയറിലും നമുക്ക് ഹെഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. സീറ്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് സേഫ്റ്റിയെക്കുറിച്ചാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി നമുക്ക് അറിയാം. നമുക്ക് നമ്പർ 1 ആണ് മാരുതി സുസുക്കി സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്പർ 1 ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. സേഫ്റ്റിയെക്കുറിച്ച് പറയാനെന്നുണ്ടെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ സ്പീഡ് അലർട്ട് സിസ്റ്റം, സെൻറ്റർ ഡോർ ലോക്കിംഗ്, ഡുവൽ എയർ ബാഗ്, ഫ്രണ്ട് സീറ്റ് ബെൽറ്റ്, പ്രീടെൻഷൻ ആൻഡ് ഫോഴ്സ് ലിമിറ്റർ, പാർക്കിംഗ് ബ്രേക്ക് വാണിംഗ്. ഇത്രയും നമുക്ക് സേഫ്റ്റിയാണ് നമുക്ക് ഈ ഒരു എക്സ്പ്രസ് വേ സംബന്ധിച്ച് പറയാനുള്ളത്. നമുക്ക് ഇന്ന് ഈ ഒരു വണ്ടിയുടെ ESP കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ESP കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം എന്നുള്ളതാണ്. കൂടാതെ തന്നെ നമുക്ക് ഇതിൽ ABS വിത്ത് EBD, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, അതോടെ ഏകദേശം ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഹിൽ ഹോൾഡ് നമുക്ക് കയറ്റത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പുറകോട്ട് പോകാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏകദേശം ഒരു 3 സെക്കൻഡൊക്കെ നമുക്കൊരു ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു ടെക്നോളജിയാണ് നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമുക്ക് സ്പീഡ് അലേർട്ട് വാർണിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ച് ടെക്നോളജീസാണ് കുറച്ചധികം ടെക്നോളജീസാണ് നമുക്ക് എക്സ്പ്രസ് വേയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മാരുതി സുസുക്കിയുടെ വാഹനങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു ഷെല്ലെന്ന് പറയുന്നത്. നമ്മുടെ മാരുതിയുടെ ഷെല്ലെന്ന് പറയുന്നത് നമ്മുടെ ഹാർടെക് പ്ലാറ്റ്ഫോമാണ്. അപ്പം ഹാർടെക് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉപയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇടിയുടെ ആഘാതം നമുക്ക് വളരെയധികം കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഹാർടെക് പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് മാരുതി സുസുക്കികളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആക്സിഡൻറ്റിൽ നിന്നൊക്കെ നമുക്ക് ഒരുവിധം നമുക്ക് കുറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു ഷെല്ലിൻ്റെ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രമാണ്. ഇനി നമുക്ക് നമ്മുടെ എക്സ്പ്രസ്സോയുടെ മൈലേജിനെ കുറിച്ച് നമുക്കറിയാം. മൈലേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാനുവലിൽ നമുക്ക് 24.76 km/ലിറ്ററാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 25.30 നമ്മുടെ ഓട്ടോമാറ്റിക്കിൻ്റെ മൈലേജ് എന്ന് പറയുന്നത്. ഇത് CNGയും അവൈലബിൾ ആണ്. CNGയുടെ മൈലേജ് എന്ന് പറയുന്നത് 32.73 നമുക്ക് ഇതിൻ്റെ കളറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7 കളറാണ് നമുക്ക് എക്സ്പ്രസ്സോയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എക്സ്പ്രസ്സോയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് നമുക്ക് 4.99 ലക്ഷം മുതൽ 6 ലക്ഷം വരെയാണ് നമ്മുടെ ഈ ഒരു എക്സ്പ്രസ്സോയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മിനി SUV ആയിട്ടുള്ള എക്സ്പ്രസ്സോയെക്കുറിച്ചുള്ള അത്യാവശ്യം ഫീച്ചറും കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണുന്നത് വരെ ബൈ.